ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ പീറ്റർ അച്ഛ, ബഹുമാനപ്പെട്ട റെക്ടർ വർഗീസ് ചിറ്റു പറമ്പിലച്ഛ, ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് കാരണഭൂതനായി വൈദിക പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി കർത്താവിൻ്റെ അൾത്താരയിലെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഡീക്കൻ അഖിലിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇവരെല്ലാവരെയും വികാരിച്ചൻ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറയാൻ കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോടെ തിരുസഭയുടെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. കർമ്മലീത്ത സഭയുടെ മലബാർ പ്രൊവിൻസ് തലശ്ശേരി അതിരൂപതയുമായി വളരെയേറെ സഹകരിച്ചും സൗഹാർദ്ദത്തിലും പ്രവർത്തിക്കുന്ന ഒരു പ്രവിശ്യയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ പേരാവൂര് മൗണ്ട് കാർമൽ ആശ്രമം വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമായ ഒരു സന്യാസ ഭവനമാണ്. ഈ ഇടവകയുടെ തന്നെ ഭൂമിയായിരുന്നു. അവർ വില കൊടുത്ത് വാങ്ങിയതാണ്, ഇടവക്കാർ വെറുതെ കൊടുത്തൊന്നുമല്ല. ആ ഭൂമിയിലാണ് ഈ മൗണ്ട് കാർമൽ ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയും ആശ്രമവും തമ്മിൽ വളരെ ആഴമേറിയ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ ഞായറാഴ്ചകളിൽ ഒരു കുർബാന മുടങ്ങാതെ മൗണ്ട് കാർമൽ ആശ്രമത്തിൽ നിന്ന് വന്ന് ചൊല്ലുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണേലും അപ്രകാരം വളരെ ഹൃദ്യമായ ഒരു ബന്ധം ഈ ആശ്രമവും ഈ ഇടവക ദേവാലയവും തമ്മിലുണ്ടായിരുന്നുവെന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് അറിവുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, കർമ്മലീത്ത ആധ്യാത്മികതയിലേക്കാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഡീക്കൻ ഇന്ന് പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടും. ഡീക്കന് തലശ്ശേരി അതിരൂപതയിൽ ചേർന്ന് അച്ഛനാകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ദൈവം വേറൊരു പദ്ധതിയാണ് ഡീക്കനെ കുറിച്ച് കരുതിയിരുന്നത്. പിന്നീട് CST സഭയിൽ ചേർന്നാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടായി. കൊച്ചുറേസ്യയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ ദൈവത്തിനറിയാം, കൊച്ചുറേസ്യ CSTക്കാരിയല്ല, കൊച്ചുറേസ്യ കർമ്മലീത്തക്കാരിയാണ്. അതുകൊണ്ടാണ് കൊച്ചുറേസ്യയോടുള്ള സ്നേഹം കർമ്മലീത്ത സഭയിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്രകാരം പ്രിയ മകനെ, നിന്റെ സ്വപ്നങ്ങളെ ദൈവം നീ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കൃപയോടെ പൂർത്തീകരിക്കുകയാണ് എന്നുള്ള സത്യം ഓർക്കുക. മനുഷ്യൻ്റെ ആഗ്രഹവും പരിശ്രമവുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു, ദൈവം താൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക സുവിശേഷ വചനം മാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ഉത്ഥാനം ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന വചനഭാഗമാണ് നാം വായിച്ചത്. ഈ വചനഭാഗത്തിൽ ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വചനഭാഗം ഞാൻ തിരഞ്ഞെടുക്കാൻ ഇടയായത്. ഈ വചനഭാഗത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഈശോ ശിഷ്യരെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന വചനഭാഗമാണ്. ഈശോ മിശിഹ പൗരോഹിത്യം സ്ഥാപിക്കുന്നത് ഉത്ഥാനത്തിന് തൊട്ടടുത്ത നിമിഷങ്ങളിലാണ്. താൻ ചെയ്തവയൊക്കെയും ഈ ഭൂമിയിൽ തുടർന്ന് ചെയ്യാൻ, താൻ പറഞ്ഞവയൊക്കെയും ലോകത്തിൻ്റെ അതിരുകളോളം അവസാനത്തോളം തുടരുവാൻ വേണ്ടി അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ചു. പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ആ സമയം തന്നെ പ്രിയമകനെ അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്.
നമുക്ക് ചെയ്യാനും പറയാനുമുള്ളതെല്ലാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നിലപാടുകളും തിരുവചനങ്ങളുമാണ് എന്ന സത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ആ ദിവസം. പെസഹ വ്യാഴാഴ്ച ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചു എന്ന് സമാന്തര സുവിശേഷങ്ങൾ പറയുമ്പോൾ യോഹന്നാൻ അതിന് കുറെ കൂടി ആഴമേറിയ ദർശനം കൊടുക്കാൻ വേണ്ടി അത് ഉത്ഥാനത്തിൻ്റെ തുടർച്ചയായ ശുശ്രൂഷയായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈശോ അന്ന് ശിഷ്യരോട് പറയുന്ന ആദ്യത്തെ വചനം ഭയപ്പെടേണ്ട എന്ന സത്യമാണ്. അഖിലിന് ഇപ്പോൾ ഭയമുണ്ടോ എന്തോ എന്നെനിക്കറിഞ്ഞുകൂടാ. തീർച്ചയായും ചെറിയ ഭയമൊക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷേ ഈശോ മകനെ നിന്നോട് പറയുന്ന ആദ്യത്തെ വചനം ഭയപ്പെടേണ്ട എന്നുള്ളത്, അത് നിന്നോട് മാത്രമല്ല, താൻ വിളിച്ച എല്ലാവരോടും കർത്താവിന് ആരംഭത്തിൽ പറയാനുള്ള സത്യം ഇതാണ്: മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. ഭയമെന്നത് യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കഥകടച്ച് സെഹിയോൻ ശാലയിലായിരിക്കവെയാണ് മിശിഹ വന്നവരുടെ മധ്യേ നിന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഭയമെന്നത് നമ്മുടെ പൗരോഹിത്യ വഴികളിൽ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളെ പിന്നോട്ട് നയിക്കുന്ന ഒരു സങ്കടമാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം തങ്ങളെ ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ വൈദികർ ഭയപ്പെടുന്ന കാലമാണ്, സന്യസ്തർ ഭയപ്പെടുന്ന കാലമാണ്. കർത്താവിൻ്റെ തിരുവചനം നിർഭയം പ്രസംഗിക്കാനുള്ള ആത്മബലം പലപ്പോഴും സമർപ്പിതർക്കും വൈദികർക്കും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് സർക്കാരുകൾ നിയമമുണ്ടാക്കി എന്ന് പറഞ്ഞ് പ്രേക്ഷിതരും സന്യസ്തരുമെല്ലാം പ്രേക്ഷിത പ്രവർത്തനം നിർത്തി സമാധാനമായിട്ട് ആശ്രമങ്ങളിൽ കുടികൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് രാജാവ്, ഏത് ഭരണകർത്താവ്, ഏത് കാലത്ത് നിയമം സുവിശേഷത്തിന് അനുകൂലമായി നിർമ്മിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുക? ഓർക്കുക, ഈ തിരുസഭ എന്നും വളർന്നിട്ടുള്ളത് നിർഭയം സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാരിലൂടെ, സമർപ്പിതരിലൂടെയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു തെറ്റിനെ തെറ്റ് എന്ന് പറയാനുള്ള ആത്മബലം വൈദികന് നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ഭൂമിയിൽ ആർക്കാണ് ആ ധൈര്യമുണ്ടാവുക? പ്രിയമകനെ, പൗരോഹിത്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നിന്നോട് കർത്താവ് പറയുന്ന ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ അതാണ്: നിർഭയനായിരിക്കുക. തൻ്റെ പുരോഹിതന്മാർക്ക് കർത്താവ് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഗുണം ഞാൻ വിചാരിക്കുന്നു ഈ നിർഭയത്വമാണ്. പറയാനുള്ളത് പറയാനുള്ള ആർജവത്വവും ആത്മബലവും. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും 4 പോസ്റ്റ് ഇട്ടാൽ ആവിയായി തീരാനുള്ളതല്ല മിശിഹായുടെ പൗരോഹിത്യം. ചെയ്തത് ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ അവനോട് ആലോചന ചോദിച്ചിട്ടാണ് നീ എല്ലാം ചെയ്യുന്നത് എങ്കിൽ, പ്രിയമകനെ, നിന്റെ ജന്മാവകാശമാണ് നിർഭയനായിരിക്കുക. പൗരോഹിത്യം സ്ഥാപിക്കുന്നതിനൊരുക്കമായി മിശിഹ ശിഷ്യരോട് നിർഭയരായിരിക്കാൻ പറയുന്നതിൻ്റെ ആഴവും അർത്ഥവും നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട സത്യം തന്നെയാണെന്ന് ഓർക്കുക. നിർഭയനായിരിക്കാൻ ഈശോ പറഞ്ഞ കാരണം അതാണ്: സമാധാനം നിങ്ങളോടുകൂടെ എന്ന്. സമാധാനം എന്നത് കേവലം ഒരു ആശംസാവാക്കല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ സമാധാനം എന്നത് ഉത്ഥാനം ചെയ്ത ഈശോയുടെ പേരാണ്. അവൻ നമ്മുടെ സമാധാനമാകുന്നു എന്ന് അപ്പസ്തോലൻ പറയുന്നത് ആ അർത്ഥത്തിലാണ്. മിശിഹ നമ്മുടെ സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുർബാനയിൽ അല്പം കഴിയുമ്പോൾ അഖിലച്ചൻ ആശീർവദിക്കും: സമാധാനം നിങ്ങളോടുകൂടെ. അച്ഛൻ ആശീർവദിച്ചത് ഒരു നല്ല വാക്ക് പറഞ്ഞു എന്നുള്ളതല്ല. ഈശോ മിശിഹ നിങ്ങളോടുകൂടെ
എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മിശിഹ കൂടെയുണ്ട് എന്നുള്ളതാണ് പുരോഹിതന്റെ നിർഭയത്വത്തിന് അടിസ്ഥാനം, അവൻ്റെ കരുത്തിൻ്റെ ആധാരം എന്ന സത്യം ഓർക്കുക. നമ്മുടെ പ്രസംഗ ചാതുരിയോ നമ്മുടെ സംഘാടക വൈഭവമോ ആളുകളെ സ്വാധീനിക്കാനുള്ള സാമർഥ്യമോ ഒന്നുമല്ല നമ്മുടെ നിർഭയത്വത്തിന് അടിസ്ഥാനം, മറിച്ച് അത് കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. ശിഷ്യന്മാർ ഭയന്നിരിക്കാൻ കാരണം അവർ കർത്താവിൻ്റെ സാന്നിധ്യം അറിയാത്തവരായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് എന്ന് സുവിശേഷകൻ പറഞ്ഞു തരുന്നുണ്ട്. കർത്താവ് കൂടെയില്ല, ശിഷ്യന്മാർ ഭയന്നുപോയി, അവർ കതകടച്ച് വിറച്ച് അതിനുള്ളിലായിരിക്കുകയാണ്. പ്രിയമകനെ, നിന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഭയം നിന്നെ ബാധിക്കുന്നെങ്കിൽ നീ ഓർക്കുക, നീ കർത്താവുമായുള്ള ഹൃദയബന്ധം നിനക്ക് കുറഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. പുരോഹിതൻ്റെ ജന്മാവകാശമാണ് നിർഭയത്വം. കാരണം അവൻ എന്നും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്തവനാണ്. കർത്താവ് കൂടെയുണ്ട് എങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും എന്ന് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഈ ലോകത്തിലുള്ളവയോ വരാനിരിക്കുന്നവയോ എന്തു തന്നെയായാലും എനിക്ക് പ്രശ്നമല്ല എന്ന ശ്രീക പറയുക. കാരണം കർത്താവ് കൂടെയുണ്ടെങ്കിൽ ആര് എനിക്കെതിരെ നിൽക്കും? പ്രിയമകനെ, കർത്താവ് കൂടെയുള്ളതിൻ്റെ ധൈര്യമാണ്, ആ നിർഭയത്വമാണ് പൗരോഹിത്യത്തിൻ്റെ അനുഗ്രഹം എന്ന സത്യം ഓർക്കുക. അടുത്ത വചനത്തിൽ നാം വായിക്കുന്നത്, കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ചു എന്ന്. പൗരോഹിത്യത്തിൻ്റെ 3-ാമത്തെ ധ്യാനം ഞാൻ വിചാരിക്കുന്നു ഇതാണ്: കർത്താവിനെ കാണുന്നതിൽ സന്തോഷിക്കാൻ കഴിയുക. പുരോഹിതന്റെ സന്തോഷം മിശിഹായെ കാണുന്നതിൻ്റെ, അവൻ്റെ ഒപ്പമുള്ളതിൻ്റെ, അവൻ്റെ തിരുമുമ്പിലായിരിക്കുന്നതിൻ്റെ ആനന്ദമാണ്. ഏതെങ്കിലും വൈദികൻ എന്നെങ്കിലും മിശിഹായെ കൂടാതെയുള്ള സന്തോഷത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുസഭയുടെ തീരാത്ത മുറിവും ദുഃഖവുമാണ്. ഇന്നും ദൈവജനത്തിനും തിരുസഭയ്ക്കും വൈദികരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സങ്കടത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് എങ്കിൽ പ്രിയമകനെ അതോർക്കുക, കർത്താവിനെ കണ്ട് സന്തോഷിക്കാൻ കഴിയാതെ പോയ വൈദികരുടെ കഥയാണ് സഭയുടെ സങ്കടത്തിൻ്റെ കഥകൾ എന്നതോർക്കുക. മിശിഹായേക്കാളും കുറഞ്ഞ ഒന്നിനെ കൊണ്ടും സന്തോഷിക്കാനാവാത്ത വിധമാണ് മിശിഹ പൗരോഹിത്യത്തെ സംവിധാനം ചെയ്തത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളനത് പറയുന്നുണ്ട്. പൗരോഹിത്യം അത്രമേൽ ശ്രേഷ്ഠമാണ്, സമുന്നതമാണ്. അതിനാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായേക്കാളും കുറഞ്ഞ ഒന്നുകൊണ്ടും അതിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, മിശിഹായേക്കാളും കുറഞ്ഞ ഒന്നിനെയും കൊണ്ടും സന്തോഷിക്കാനാവാത്ത ദൈവീക രഹസ്യമാണ് പൗരോഹിത്യം എന്ന സത്യം നീ മനസ്സിലാക്കുക. പുരോഹിതന്റെ സന്തോഷം മിശിഹായെ കണ്ടതിൻ്റെ കേട്ടതിൻ്റെ സന്തോഷമാണ്. അവൻ്റെ മുമ്പിലിരുന്ന് അവനോട് ആലോചന ചോദിച്ച് അവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഉള്ളിൽ നിറയുന്ന സംതൃപ്തിയുടെ പേരാണ് പൗരോഹിത്യത്തിൻ്റെ സന്തോഷം. ഏതൊരു വൈദികനാണോ തന്നിഷ്ടം കാണിച്ച് തൻ്റേതായ വഴികളിൽ സന്തോഷം തേടി നടന്നത്, അവരെല്ലാം അവർക്ക് തന്നെ ദുഃഖമാകുന്നു, അവരെല്ലാം തിരുസഭയ്ക്ക് ദുഃഖത്തിന് കാരണമാകുന്നു. ദൈവജനം അവരെ ഓർത്ത് എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്ന് പലപ്പോഴും ഞാൻ വേദനയോടെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്.
പ്രിയ മകനെ, നിന്റെ സന്തോഷത്തിൻ്റെ വിഷയം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. അവനെ കണ്ട് സന്തോഷിക്കണം, അവനെ കേട്ട് സന്തോഷിക്കണം, അവൻ്റെ മുമ്പിലായിരിക്കുന്നതിൽ സന്തോഷിച്ച് പഠിക്കണം. ഈശോ തുടർന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. വീണ്ടും ഈശോ പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഈശോ ആവർത്തിച്ച് പറയുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മോശയെ വിളിച്ചപ്പോൾ, ജെറമിയായെ വിളിച്ചപ്പോൾ അവരൊക്കെ പറ്റിയേല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ധൈര്യമായിരിക്കും. ഇവിടെയും കർത്താവ് പൗരോഹിത്യം സ്ഥാപിക്കാൻ പോകുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പറയുക, സമാധാനം നിങ്ങളോടുകൂടെ. അത് പറഞ്ഞ ശേഷം അവൻ അവരുടെ ശിരസിൽ നിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പ്രിയ മകനെ, ഈ പൗരോഹിത്യത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു അത്ഭുതമാണ്. ഈശോ മിശിഹ നിന്റെ ശിരസിൽ കൈവയ്ക്കുക മാത്രമല്ല, തൻ്റെ പ്രാണനെ നിന്നിലേക്ക് നിശ്വസിപ്പിക്കുകയാണ്. നീ തിയോളജി പഠിച്ച കാലത്ത് പഠിച്ചിട്ട് കാണും, ഈ സുവിശേഷം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സത്യം ഇതാണ്, ദൈവം നിശ്വസിച്ചു എന്ന് ബൈബിളിൽ 2 തവണയേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത് പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, കളിമണ്ണ് കൊണ്ട് അവനെ രൂപപ്പെടുത്തി അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസം നിശ്വസിച്ചു. അപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു. സമാനമായി ദൈവം ഒരിക്കൽ കൂടി മാത്രമേ നിശ്വസിക്കുന്നുള്ളൂ. ദൈവജനത്തിൽ നിന്ന് താൻ തിരഞ്ഞെടുത്ത പുരോഹിതൻ്റെ മേൽ തൻ്റെ ആത്മാവിനെ അയക്കുക മാത്രമല്ല, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ പ്രാണനെ നിന്നിലേക്ക് നിശ്വസിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ഗ്രീക്ക് ഭാഷയിൽ സെപ്ത്വജിന്ത് ബൈബിളും യോഹന്നാൻ്റെ സുവിശേഷവും തമ്മിൽ താരതമ്യം ചെയ്ത പണ്ഡിതന്മാർ പറയുന്നു, ഇത് രണ്ടും ഒരേ ക്രിയയാണ് ഉപയോഗിക്കുക, എംഫുസാവോ എന്ന ഗ്രീക്ക് വെർബ്. അതിൻ്റെ അർത്ഥം പൗരോഹിത്യം എന്നത് കർത്താവ് തൻ്റെ പ്രാണൻ നിന്നിലേക്ക് നിശ്വസിപ്പിക്കുന്ന പ്രക്രിയയാണ്. അത് സ്വീകരിച്ചിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് ശ്ലീഹാ പറയുന്നതിൻ്റെ പൊരുള്, പ്രിയ മകനെ, ഈ സത്യമാണ് എന്നോർക്കുക. കർത്താവ് നിന്നിൽ ജീവിക്കാൻ ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവജനമേ, നാം സത്യം സത്യമായും വിശ്വസിക്കും. അടുത്ത അരമണിക്കൂർ കഴിയുമ്പോൾ ഈ മകൻ അൾത്താരയിൽ നിന്ന് കർത്താവിൻ്റെ തിരുശരീരമാകേണ്ട തിരുവോസ്തിയെടുത്തുയർത്തി പറയും, ഇതെൻ്റെ ശരീരമാണ് എന്ന്. പറഞ്ഞത് നമ്മുടെ കൂടെ നാളിതുവരെയും നടന്ന നമ്മുടെ പ്രിയപ്പെട്ട മകൻ അഖിലാണ്. പക്ഷേ നാം കേട്ടത് അഖിലിനെ അല്ല, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെയാണ്. നാം സ്വീകരിച്ചത് ഈശോ മിശിഹായുടെ തിരുശരീരമാണ്. നാളെ ഈ കുമ്പസാരക്കൂട്ടിലിരുന്ന് ഈ അഖിൽ പറയും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപം ഞാൻ മോചിക്കുന്നു എന്ന്. സത്യം സത്യമായും നാം വിശ്വസിക്കുന്നു. ആ വാക്ക് പാറയ്ക്കൽ അഖിലെന്ന ചെറുപ്പക്കാരൻ്റെതല്ല, നമ്മുടെ കർത്താവ് പ്രാണൻ കൊടുത്ത് തൻ്റെ സ്വന്തമാക്കിയ മിശിഹാ തമ്പുരാന്റെ പ്രതിനിധിയായ വൈദികൻ്റേതാണ് എന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് പൗരോഹിത്യത്തെ എത്രയോ അത്ഭുതകരമായിട്ടാണ് സംവിധാനം ചെയ്യുന്നത്. അവൻ ഏതെങ്കിലും ഒരു കൃപ കൊടുത്ത് അവനെ പുരോഹിതനാക്കുകയല്ല, തൻ്റെ ജീവൻ തന്നെ പുരോഹിതന് പ്രദാനം ചെയ്ത് അവിടുന്ന് പുരോഹിതനെ രൂപപ്പെടുത്തുകയാണ് എന്ന അത്ഭുതം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തുടർന്ന് ഈശോ പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. പ്രിയ മകനെ, ഈശോ നിനക്ക് 2 അധികാരമാണ് തരുന്നത്, 2 താക്കോലുകൾ. മാർപ്പാപ്പായുടെയൊക്കെ എമ്പളത്തെ നിങ്ങൾ കാണും അല്ലേ, 2 താക്കോൽ.
അത് സ്പെയർ കീ അല്ല, രണ്ടും വ്യത്യസ്ത താക്കോല്. എന്താണ്? ഒന്നാമത്തെ താക്കോല് സ്വർഗം തുറക്കാനുള്ള താക്കോൽ, രണ്ടാമത്തെ താക്കോല് നരകം പൂട്ടി സൂക്ഷിക്കാനുള്ള താക്കോൽ. ഇത് രണ്ടും വൈദികരുടെ ഉത്തരവാദിത്വം. ഈ ഭൂമിയിൽ പിശാചിൻ്റെ വിളയാട്ടമുണ്ട്, കുടുംബങ്ങളിൽ അസ്വസ്ഥതയുണ്ട്, കുഞ്ഞുമക്കൾ പോലും തിന്മയുടെ വഴിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു, യുവജനങ്ങൾ മയക്കുമരുന്നിന് അടിമകളാകുന്നു, അവർ പ്രണയച്ചതികളുടെ കുഴികളിൽ വീഴുന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വലിയ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ മിശിഹ ഈ ഭൂമിയിൽ അധികാരം കൊടുത്ത് നിയോഗിച്ചത് പ്രിയ മകനെ നമ്മൾ വൈദികരെയാണ്. വൈദികർ തങ്ങളുടെ ദൗത്യം മറന്നപ്പോൾ, വൈദികർ പിശാചിനെ ബന്ധിക്കാൻ മറന്നപ്പോൾ, പിശാചുക്കൾ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും പുരോഹിതര്, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ താക്കോല് മാറി ഉപയോഗിച്ചു പോകുന്നു. നമ്മൾ സ്വർഗം പൂട്ടിയിടുകയും നരകം തുറന്നിടുകയും ചെയ്യുന്ന വൈദികരായി മാറപ്പെടുന്നുണ്ട്. ഇത് അപകടകരമാണ്. ആ അപകടം ഈ സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടമാണ്. പ്രിയ മകനെ, കർത്താവ് നിന്നെ കെട്ടാനും അഴിക്കാനും ബന്ധിക്കാനും മോചിക്കാനും അധികാരം തന്നിരിക്കുന്നത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കി ദൈവജനത്തെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ് എങ്കിൽ നരകപിശാചിനെ ബന്ധിക്കണം നീ. ആ ബന്ധനമെന്നത് കർത്താവ് നിന്നിൽ സജീവമായി നിലനിൽക്കുന്നിടത്തോളം കാലം നിനക്ക് സാധ്യമായ സത്യമാണ്. അവനുമായുള്ള ബന്ധം നഷ്ടപ്പെടാത്തിടത്തോളം കാലം നിന്റെ സാന്നിധ്യത്തിൽ പിശാചുക്കൾ നിലവിളിച്ചോടും. നീ ആശീർവദിക്കുമ്പോൾ നരകപിശാച് ദേശം വിട്ട് നിഷ്ക്രമിക്കും എന്ന സത്യം ഓർക്കുക. പുരോഹിതരെ, നമ്മളുടെ വീഴ്ചകൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ദൈവജനത്തിന് മുമ്പിൽ വേണ്ടി സ്വർഗത്തിന് മുമ്പിൽ നരകപിശാചിനെ ബന്ധിക്കുന്ന മധ്യസ്ഥരാണ് നാം. ആ ഒരു കാര്യത്തിൽ നമ്മൾ വരുത്തിയ വീഴ്ച, നാം തന്നെ പിശാചിൻ്റെ ദാസരായി തീരുന്ന സങ്കടം, അത് നമ്മുടെ മാത്രം സങ്കടമല്ല, അത് ദൈവജനത്തിന് മുഴുവനും സങ്കടം പ്രദാനം ചെയ്യുന്ന വസ്തുതയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലോർക്കാം. പ്രിയമകനെ, ഈ പുണ്യദിനത്തിൻ്റെ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നിനക്ക് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈശോ പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. സത്യത്തിൽ പിതാവ് ഈശോയെ അയച്ചതുപോലെ മകനെ നിന്നെയും ഈശോ അയക്കുകയാണ്. നിർഭയനായി നീ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാവുക. ആരെയും ഭയപ്പെടുന്നവന് സുവിശേഷം പ്രസംഗിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അഷ്ടസൗഭാഗ്യങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, എല്ലാത്തരം ആരോപണങ്ങളും നിങ്ങൾക്കെതിരായി വ്യാജമായി ഉന്നയിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. തുടർന്ന് ഈശോ പറഞ്ഞു, നിങ്ങളുടെ പൂർവികരോടും അവർ അപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. രക്ഷാകര ചരിത്രത്തിൻ്റെ നെടുന്തൂണുകളായി വർത്തിച്ച പ്രവാചകന്മാരും കർത്താവിൻ്റെ അഭിഷിക്തരും ഇതേ വഴിയിലൂടെയാണ് നടന്നുപോയത് എന്ന സത്യം നമ്മൾ വിസ്മരിക്കരുത്. വിശുദ്ധ തൈലത്താൽ അവിടുന്ന് നമ്മെ അഭിഷേകം ചെയ്യുന്നത് നമ്മുടെ വിയർപ്പും ചോരയും കൊണ്ട് നാം തിരുസഭയെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ് എന്ന സത്യം മകനെ നീ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.